ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേ പേര് ചോദിച്ചിട്ടുള്ള ലോ വേസ്റ്റ് സാരി ഡ്രേപ്പിംഗ് ആണ്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ 3 ഡിഫറെൻറ്റ് ഡ്രേപ്പിംഗ് സ്റ്റൈൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോ വേസ്റ്റ് സാരി ഡ്രേപ്പിംഗ് ആണ് കാണിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ബെല്ലി ബട്ടൻ്റെ താഴെയാണ് ഞാനിവിടെ അണ്ടർ സ്കേർട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഓണം ആയതുകൊണ്ട് തന്നെ ഒരു ഗോൾഡൻ കളർ സാരിയാണ് ഞാൻ എടുത്തത്. എപ്പോഴും സെറ്റ് സാരി ഒന്നും ഉടുക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലുള്ള ഗോൾഡൻ കളർ സാരീസ് ഒക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. ഇതൊരു നെറ്റ് സാരിയാണ്. ഞാനിവിടെ സാരിയുടെ പല്ലു പോർഷൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ആദ്യം ഒന്ന് പ്രീ പ്ലീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം ഒന്ന് റഫായിട്ട് പ്ലീറ്റ് എടുത്തതിന് ശേഷം നമ്മുടെ ഹൈറ്റ് എത്രയാണോ ആവശ്യമുള്ളത് എന്ന് നോക്കിയതിന് ശേഷം നമുക്ക് നല്ല വൃത്തിക്ക് പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കാം. നല്ല ഒതുങ്ങുന്ന ടൈപ്പ് സാരിയാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പ്രാവശ്യം ഒന്ന് പ്ലീറ്റ് എടുത്താൽ അങ്ങനെ തന്നെ ഇരുന്നോളും. നമുക്ക് ആവശ്യമുള്ള ലെങ്ത് നോക്കിയതിന് ശേഷം ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കാം. ലോ വേസ്റ്റ് സാരി ഡ്രേപ്പിങ്ങിന് നമ്മുടെ ആ ഒരു അണ്ടർ സ്കേർട്ട് ബെല്ലി ബട്ടൻ്റെ താഴെയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം ടൈറ്റിൽ തന്നെ ആ ഒരു സ്കേർട്ടിൻ്റെ വള്ളി കെട്ടാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷേപ്പ് വെയർ ആയിട്ട് വരുന്ന അണ്ടർ സ്കേർട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ നോർമൽ കോട്ടൺ അണ്ടർ സ്കേർട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സാരിയുടെ ആ ഒരു പല്ലു പോർഷൻ നമ്മൾ പ്രീ പ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സാരി ഡ്രേപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് നമുക്ക് ടക്കിൻ ചെയ്ത് കൊടുക്കേണ്ടത്. നമുക്ക് എത്രയാണോ ലെങ്ത് ആവശ്യമുള്ളത് എന്ന് നോക്കിയതിന് ശേഷം നമുക്ക് അകത്തേക്ക് വെച്ച് ഇതുപോലെ ടക്കിൻ ചെയ്ത് കൊടുക്കാം. എനിക്ക് അത്യാവശ്യം ഹൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഒത്തിരി ഫാബ്രിക് എനിക്ക് ടക്കിൻ ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ കുറച്ച് മാത്രമാണ് ഞാൻ അകത്തേക്ക് ടക്കിൻ ചെയ്ത് കൊടുക്കുന്നത്. നല്ല വൃത്തിക്ക് തന്നെ അകത്തേക്ക് ടക്കിൻ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ ഒത്തിരി ഫാബ്രിക് ബാക്കിയുണ്ടാവും. അപ്പോൾ നന്നായിട്ടൊന്ന് മടക്കിയതിന് ശേഷം അകത്തേക്ക് വെച്ച് കൊടുത്താൽ മാത്രം മതി. ഇനി നമ്മൾ പല്ലു നേരത്തെ പ്ലീറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ഭാഗം ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ചുറ്റിയെടുക്കാം. ചുറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് കൈ വെച്ചിട്ട് നമ്മൾ നേരത്തെ പ്ലീറ്റ് എടുത്ത് കൊടുത്തല്ലോ, അത് കൈ വെച്ചിട്ട് ഒന്നും കൂടെ നല്ല വൃത്തിക്കൊന്ന് പിടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ചെസ്റ്റിൻ്റെ ആ ഒരു പോർഷനിലേക്ക് നന്നായിട്ട് നിരത്തി വെച്ച് കൊടുക്കാം. ഇവിടെ ഞാൻ റഫായിട്ടാണ് പ്ലീറ്റ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യുന്നത്. നമ്മൾ ലാസ്റ്റ് നല്ല വൃത്തിക്ക് ഒന്നും കൂടെ എടുത്തു കൊടുക്കും. ഇവിടെ വെറുതെ ഒന്ന് റഫായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഫസ്റ്റ് പ്ലീറ്റ് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കാം. ഇനി ഈ ഒരു ഹിപ്പ് പോർഷനിലെ പ്ലീറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഈ ഒരു പ്ലീറ്റ് ഈ ഒരു ഭാഗം നന്നായിട്ട് വലിച്ചു വെച്ചതിന് ശേഷം നമുക്കൊരു പിൻ വെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കാം. നല്ല ഭംഗിക്ക് തന്നെ അതങ്ങനെ ഇരുന്നോളും. നന്നായിട്ട് തന്നെ വലിച്ച് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ബാക്കി വരുന്ന ഫാബ്രിക് കംപ്ലീറ്റ് നമുക്ക് കുട്ടി കുട്ടി പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കാം. നമ്മൾ സെറ്റ് സാരിയൊക്കെ ആണെങ്കിൽ കുറച്ച് പടപടപ്പുള്ള സാരികളൊക്കെ ആണെങ്കിൽ വലിയ പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കുക. ഇത് നെറ്റ് സാരി ആയതുകൊണ്ട് പെട്ടെന്ന് ഒതുങ്ങുന്ന ടൈപ്പ് സാരി ആയതുകൊണ്ടും ഞാനിവിടെ കുട്ടി കുട്ടി പ്ലീറ്റ്സ് ആണ് എടുത്തു കൊടുക്കുന്നത്. ഇനി നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പോർഷനിലെ പ്ലീറ്റ്സ് നന്നായിട്ട് നിരത്തി വെച്ച് കൊടുക്കുക. നമ്മൾ സാധാരണ ചിലരൊക്കെ എല്ലാ പ്ലീറ്റ്സും കൂടെ ഒന്നിച്ച് ചേർത്ത് വെച്ചിട്ട് അകത്തേക്ക് ടക്കിൻ ചെയ്യാറുണ്ട്. പക്ഷേ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് ഇതുപോലെ ഒന്നിൻ്റെ അപ്പുറത്തേക്ക് വേറൊന്ന് ആ രീതിക്ക് നിരത്തി വെച്ച് കൊടുക്കാം. ഇനി അകത്തേക്ക് വരുന്ന ആ ഒരു പ്ലീറ്റ് ഞാൻ അകത്തേക്ക് വിട്ട് കൊടുത്തിട്ടാണ് ബാക്കി പ്ലീറ്റ്സ് നമ്മുടെ അണ്ടർ സ്കേർട്ടിൻ്റെ ഉള്ളിലേക്ക് വെച്ച് ടക്കിൻ ചെയ്യുന്നത്. ടക്കിൻ ചെയ്തതിന് ശേഷം അവിടെ ഒരു പിൻ വെച്ച് കൊടുക്കുക. ഞാനിവിടെ പിന്ന് വെച്ച് കൊടുക്കുന്നില്ല. നിങ്ങൾ പുറത്തോട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പിൻ വെച്ച് കൊടുക്കുക. ഇനി ബാക്കി വരുന്ന ഈ ഒരു ഫാബ്രിക്കിൻ്റെ ഉള്ളിൽ കൂടെ കൈ ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റിയിട്ട് ആ ഒരു പ്ലീറ്റ് ഇതുപോലൊന്ന് വലിച്ചെടുക്കാം. ഇങ്ങനെ വലിക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ഹിപ്പ് പോർഷനിലെ പ്ലീറ്റ്സ് നല്ല ഷേപ്പിൽ തന്നെ കിട്ടും. നമ്മൾ സെപ്പറേറ്റ് അവിടെ പിൻ യൂസ് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ സെപ്പറേറ്റ് നമ്മൾ പ്ലീറ്റ്സ് എടുക്കേണ്ട ഒരാവശ്യമില്ല. ഇങ്ങനെ വലിക്കുന്ന സമയത്ത് തന്നെ ആ സൈഡിൽ ഒത്തിരി പ്ലീറ്റ്സ് നമുക്ക് ക്രിയേറ്റ് ആയിട്ട് വരും. ഇനി ബാക്കി വരുന്ന ഈ ഒരു കുറച്ച് പോർഷൻ ഞാൻ ബാക്കിലേക്ക് വെച്ചിട്ട് ടക്കിൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ ആ ഒരു ഹിപ്പ് പോർഷനിലെ പ്ലീറ്റ്സ് നല്ല വൃത്തിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും നല്ല വൃത്തിക്ക് തന്നെ അവിടെ ആ ഒരു ഹിപ്പ് പോർഷനിലെ പ്ലീറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി കൈ വെച്ചിട്ടൊന്ന് പിടിച്ചു കൊടുത്താൽ മാത്രം മതി. അങ്ങനെ തന്നെ നല്ല ടൈറ്റായിട്ട് അങ്ങനെ തന്നെ ഇരുന്നോളും. ഇനി നമ്മുടെ ചെസ്റ്റ് പോർഷനിലെ പ്ലീറ്റ്സ് നമുക്ക് ഒന്നും കൂടെ നന്നായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അവിടെ നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല, നന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. ഈ ഒരു പോർഷനിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വയറ് ഹൈഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു പിൻ ബ്ലൗസിനോട് ചേർത്ത് വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു ടോപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഉള്ളിൽ. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഒന്നും പിൻ വെക്കാതെ ഇരുന്നത്. അതിനുശേഷം നമ്മുടെ ഈ ഒരു ചെസ്റ്റ് പ്ലീറ്റ്സ് നന്നായിട്ടൊന്ന് വലിച്ചു പിടിച്ച് നമുക്കൊന്നും കൂടെ കൈവച്ചിട്ട് നന്നായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓരോരോ പ്ലീറ്റ്സ് ആയിട്ട് നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് എവിടെയൊക്കെയാണോ നമ്മുടെ പ്ലീറ്റ്സ് ഇങ്ങനെ വരേണ്ടത് ആ ഒരു പോർഷനിലേക്ക് വെച്ചതിന് ശേഷം നല്ല ടൈറ്റായിട്ട് നന്നായിട്ടൊന്ന് വലിച്ചു പിടിക്കുക. വലിച്ചു പിടിച്ചതിന് ശേഷം നമ്മുടെ ബ്ലൗസിനോട് ചേർത്ത് വെച്ചിട്ട് നമുക്കൊരു പിൻ വെച്ച് കൊടുക്കാം. നമ്മൾ എത്രത്തോളം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ആ ഒരു പിൻ വയ്ക്കുന്നു അത്രയും നമ്മുടെ ബോഡി ഷേപ്പിൽ തന്നെ ഇരിക്കും. ഇപ്പോൾ കുറച്ച് നല്ല വണ്ണമുള്ള
വണ്ണമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ല സ്ലിമ്മായിട്ട് നല്ല ടോളായിട്ട് തോന്നാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സാരി ഡ്രേപ്പിംഗ് വീഡിയോ ആണിത്. ഇതുപോലുള്ള 1-2 ടിപ്സും ട്രിക്സൊക്കെ ട്രൈ ചെയ്യുകയാണെങ്കിൽ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സാരി ഉടുക്കാനായിട്ട് പറ്റും. ആ ഒരു പല്ലു പോർഷനിലെ പ്ലീറ്റ്സ് നമ്മൾ നേരത്തെ പ്രീ പ്ലീറ്റ് ചെയ്ത് വെച്ചാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് സാരി ഉടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ആ ഒരു ഹിപ്പ് പോർഷനിലെ പ്ലീറ്റ്സ് നമ്മൾ ഒരു ട്രിക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നന്നായിട്ട് വലിച്ച് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ആ ഒരു ഹിപ്പ് പോർഷനിലെ പ്ലീറ്റ്സും അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ സിമ്പിളായിട്ടുള്ള ഒരു ലോ വേസ്റ്റ് സാരി ഡ്രേപ്പിംഗ്. നമുക്ക് ഇങ്ങനെ തന്നെ നമ്മൾ ഈ പല്ലു പോർഷൻ പ്ലീറ്റ് എടുത്തതിന് പകരം നമുക്ക് സിംഗിൾ പ്ലീറ്റ് ആയിട്ടും ഇടാം. ഞാൻ അതും കൂടെ കാണിച്ചു തരാം. ഞാനിവിടെ ആ ഒരു ഫ്രണ്ടിലത്തെ ഫസ്റ്റ് പ്ലീറ്റ് മാത്രം ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. ബാക്കി വരുന്ന പ്ലീറ്റ്സ് നമ്മൾ നേരത്തെ എടുത്തു കൊടുത്തിട്ടുള്ള ആ ഒരു പ്ലീറ്റ് തന്നെയാണ്. അത് ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് വലിച്ചു കൊടുക്കാം. നല്ല വൃത്തിക്കൊന്ന് കൈ വെച്ചിട്ട് അറേഞ്ച് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ആ ഒരു വയറിൻ്റെ ആ ഒരു പോർഷനിലോട്ട് ചേർത്ത് വെച്ചിട്ട് നിങ്ങൾക്കൊരു പിൻ വയ്ക്കാം. അല്ല എങ്കിൽ വെറുതെ ആ ഒരു പ്ലീറ്റ്സ് എല്ലാം ചേർത്ത് വെച്ചിട്ട് പിൻ വയ്ക്കാം. ഞാൻ എപ്പോഴും വെറുതെ ഇതുപോലെയാണ് പിൻ വെച്ച് കൊടുക്കാറുള്ളത്. അതാകുമ്പോൾ നമുക്ക് കൈയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കാനൊക്കെ കുറച്ചും കൂടെ എളുപ്പം ഉണ്ടാവും. നമ്മൾ ബ്ലൗസിനോട് ചേർത്ത് വെക്കുമ്പോഴത്തേക്ക് നമ്മൾ കൈയൊക്കെ മാറ്റുന്ന സമയത്ത് അവിടെ പിൻ വെച്ചിരിക്കുന്നത് നന്നായിട്ട് അറിയാനായിട്ട് പറ്റും. ഇനി നമ്മുടെ ആ ഒരു ഫസ്റ്റ് പ്ലീറ്റ് ഷോൾഡറിലേക്ക് ചേർത്ത് വെച്ചിട്ട് ഒരു പിൻ വെച്ച് കൊടുക്കാം. ഇതും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രീപ്പിംഗ് സ്റ്റൈലാണ്. ഈ ഒരു സാരിക്ക് മാച്ചാകുന്ന ബ്ലൗസും കൂടെ ഇടുകയാണെങ്കിൽ കംപ്ലീറ്റ് ലുക്ക് അടിപൊളിയായിട്ടുണ്ടാവും. ഞാൻ ഈ ഒരു ടോപ്പ് ഇട്ടിരിക്കുന്നത് കൊണ്ടാണ് ആ സാരിയും ബ്ലൗസും ആയിട്ട് ഒരു മാച്ചും ഇല്ലാത്തതുപോലെ തോന്നുന്നത്. അപ്പം നിങ്ങൾ ഉടുക്കുമ്പോഴത്തേക്ക് ഈ ഒരു ടിപ്സും ട്രിക്സൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയായിട്ട് തന്നെ നമുക്ക് സാരി ഉടുക്കാനായിട്ട് പറ്റും. നമ്മുടെ നെക്സ്റ്റ് പാർട്ട് വീഡിയോ ഉടനെ തന്നെ വരുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളതും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോസായിട്ട് ഇനിയും കാണാം. ബൈ.